ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ വ്ളോഗൊക്കെ ഇട്ടിട്ട് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം തീരെ കിട്ടുന്നില്ല. അതായത് ഒന്നുമില്ല, കുറച്ച് ബാക്കോട്ടായി, വ്യൂസൊക്കെ കുറയുമ്പോൾ കുറച്ച് ബാക്കോട്ടായിട്ട് ചിന്തിച്ച് പോകുന്നത്. പിന്നെ എന്നാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ. നമ്മൾ പോയത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു അമ്പലത്തിലാട്ടോ, കുറച്ചേ ആയിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ദിവസമൊക്കെ പോകാറുണ്ട്, പക്ഷേ ലാസ്റ്റ് ദിവസമല്ല ഇത്. അവിടുന്ന് മനീഷ് ഉണ്ടായിരുന്നു. നമ്മുടെ അഴീക്കോടുകാർക്ക് എല്ലാവർക്കും ഇവരെ അറിയാം, പക്ഷേ ചില ആൾക്കാർ ഇവരെ ബഹുമാനിക്കില്ല, കാരണം ട്രാൻസ്ജെൻഡറാണ്. ഞാൻ പക്ഷേ ആരും അങ്ങനെ വിവേചനമോ അല്ലെങ്കിൽ വേർതിരിവൊന്നും കാണിക്കില്ല കേട്ടോ. ഞാൻ എല്ലാവരോടും മിണ്ടുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കളിപ്പാട്ടെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ കുറച്ച് അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് വന്നിട്ട് വേണമല്ലോ കളിപ്പാട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ പോയിട്ട് തൊഴുതിട്ട് വേണമല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ ചുറ്റും പരിസരങ്ങളൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അവിടെ ഗുളികൻ്റെ ഒരു വെള്ളാട്ടാണ് ആ സമയം ഉണ്ടായത്. പിന്നെ നമ്മൾ മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അച്ഛന് ഈ സമയം ഒരു എന്താ പറയുക വരാൻ മൂഡുണ്ടായിട്ടില്ല, ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. സോ അതാണ് ആർക്കും അത്ര വലിയ മൂഡില്ലാത്തത്. നമുക്ക് രണ്ടാൾക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അച്ഛനെ തോവാൻ കാണാത്തത്. അച്ഛൻ എവിടെയോ പരിസരത്തൊക്കെ ഉണ്ട്. പിന്നെ ഞാനും സാവിയും അമ്മയും കുറച്ച് തൊഴുത്ത് അവിടെ ജസ്റ്റ് പ്രാർത്ഥിച്ച് കറങ്ങി. പിന്നെ നമ്മൾ സ്ലേറ്റ് വരേണ്ട സെക്ഷനിലേക്ക് പോയിട്ടാണ്. നമുക്ക് സ്ലേറ്റ് വരയാൻ ഭയങ്കര ഇഷ്ടം. നിങ്ങൾ വിചാരിക്കും സ്ലേറ്റ് വരയാന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഒരുപോലെ നമ്പറാക്കിയിട്ട് സമ്മാനം അടിക്കുന്ന, അമ്മയും അച്ഛനും ബക്കറ്റൊക്കെ വാങ്ങിച്ച് സമ്മാനമാക്കിയിട്ട് വരുത്തുന്നുണ്ട്. അവിടെ ബക്കറ്റാട്ടോ ഈ സ്ലേറ്റ് വരഞ്ഞതിൽ സമ്മാനം കിട്ടാം. പിന്നെ എവിടെ പോയാലും എൻ്റെ കണ്ണ് എപ്പോൾ കാതിൽ എൻ്റെ അടുത്ത് ഉണ്ടാകും. പക്ഷേ ഇവിടെ അത്ര കളക്ഷൻസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ അടുത്ത് ഉള്ളത് തന്നെയാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് അങ്ങനെ വാങ്ങാൻ നിന്നിട്ടില്ല ഗൈസ് ഈ പ്രാവശ്യം. പിന്നെ അവിടെ പോയാൽ സാവിനെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി വന്നു കേട്ടോ, ഒരു പെൺകുട്ടി വാവ. അവൻ തീരെ മൈൻഡാക്കുന്നില്ല ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവൻ്റെ കയ്യിലുള്ള ഒരു ബോട്ടിൽ അവൾ തട്ടിയെടുക്കാൻ നോക്കുന്ന, പക്ഷെ അവൾ തിരിച്ച് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ പുള്ളിക്കാരത്തി അവനുമായിട്ട് മിങ്കിൾ ചെയ്യാനും കളിക്കാനും വന്നതാണ്, പക്ഷേ അവനൊരു വിധത്തിലും സൈഡ് കൊടുക്കുന്നില്ല. അപ്പം മനസ്സിലായി എൻ്റെ മോൻ കുറച്ച് ഡിമാൻഡുള്ള ആളാട്ടോ. അങ്ങനെ വേഗമൊന്നും എല്ലാവർക്കും ഒന്നും വിട്ടു കൊടുക്കൂല, വീണു എടുക്കൂല. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ സാവിക്ക് ഉറക്കം വന്നിട്ടാ ഗൈസ്. പിന്നെ ആ ഉറക്കം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളിപ്പാട്ടം നേരത്തെ കണ്ടുവച്ച കളിപ്പാട്ടത്തിനടുത്ത് പോയിട്ട് അച്ഛനൊരു പീപ്പിയും മറ്റേ അതിലെന്താ പറയുക ബ്യൂള അങ്ങനെ എന്തെല്ലോ പറയുന്ന സാധനമാണ്, എനിക്കറിയില്ല എന്താ സംഭവം. അത് രണ്ടും വാങ്ങിച്ചു. അച്ഛൻ ഊതി കാണിച്ചു കൊടുക്കുന്നതാണ്. സാവിക്ക് എന്ത് കളിപ്പാട്ടം വാങ്ങിച്ചാലും ഫസ്റ്റ് എന്താ പറയുക അത് അവൻ പേടിച്ചിട്ട് അവൻ ബാക്കോട്ട് പോകും, പക്ഷെ പിന്നീട് അവൻ്റെ കയ്യിൽ നിന്ന് അത് ഇളക്കൂല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ചാടും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി കേട്ടോ. അപ്പോൾ 2 സാധനം വാങ്ങിച്ചു വന്നത്, കാരണം ബാക്കിയൊന്നും അവൻ അത്ര പിടുത്തില്ല. പിന്നെ നമുക്കിങ്ങനെ ഒച്ചപ്പാടാക്കുന്ന സാധനമാണ് കൂടുതലിഷ്ടം. ഞാനും കുറച്ച് വിളിച്ച് നോക്കി. ഇത് നമ്മൾ പണ്ട് പീപ്പിളല്ല എന്തോ ബ്യൂഗിള അങ്ങനെ എന്തോ പറയാൻ എനിക്ക് ശരിക്കും അറിയില്ല ഗൈസ്. ഇത് നിങ്ങൾക്കായിരിക്കും ഇതിൻ്റെ പേരറിയുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ മടങ്ങി ചെറിയ രീതിയിലുള്ളൊരു ഉത്സവ കാഴ്ചയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എൻ്റെ വ്ളോഗിലോട്ട്. ഇതുപോലെ ആട്ടോ എൻ്റെ ലൈഫെല്ലാം ഈ ഒരു തെയ്യ സീസണിൽ കടന്നു പോവാം. അപ്പോൾ നമ്മൾ റിട്ടേൺ ആയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.